അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലെറ്റ്സ് ടോക്ക് വിത്ത് ശരത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള, അതായത് നമ്മൾ 10ാം ക്ലാസ് ബയോളജി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക, ലിങ്ക് ഉണ്ടായിരിക്കും. പാർട്ട് 1 കാണുക. നമ്മൾ ഓരോ മോഡലും എങ്ങനെ ആയിരിക്കും വരാൻ സാധ്യത എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റ് കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ, അതായത് ആദ്യത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തതെന്ന് നോക്കിയത്. നെക്സ്റ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഏകദേശം 11 ക്വസ്റ്റ്യനോളം വരും 2 മാർക്കിൻ്റെ, അതായത് മാക്സിമം മാർക്ക് 22 മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് 11ാമത്തെ ക്വസ്റ്റ്യനാണ്. ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. അപ്പോൾ ഒരു ഫിഗർ തന്നിട്ട് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഫിഗർ നോക്കുക. നിങ്ങൾ ഫിഗർ കൊടുത്തിരിക്കുന്നത് എന്താണ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നിങ്ങളെ ടെസ്റ്റിൽ സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഫിഗർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആക്ച്വലി ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫോട്ടോ റിസെപ്റ്റർ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കോൺ സെൽസ് അല്ലേ. നമുക്കറിയാം ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കോൺ സെൽസ് ആണ്. റോഡ് സെൽസ് ആണെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, ഒരു റോഡ് ഷേപ്പ്ഡ് ആയിരിക്കും അല്ലേ, ഒരു റോഡ് ഷേപ്പ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് കോൺ സെൽസ്. ഇത് കോൺ ആണ്, ഇത് റോഡ് സെൽസ് ആണ് അല്ലേ, റോഡ് സെൽസ് ആണ്. ഓക്കെ, ഇപ്പോൾ കോൺ സെൽസും ഉണ്ട്, റോഡ് സെൽസും ഉണ്ട്. ഇപ്പോൾ ഇതിൽ പിക്ചറിൽ നൽകിയിരിക്കുന്ന ഏതാണ്, കോൺ സെൽസ് ആണ് നൽകിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക, ഐഡൻറ്റിഫൈ ദി ഫോട്ടോ റിസെപ്റ്റർ. ഈ തന്നിരിക്കുന്ന പിക്ചറിലെ ഫോട്ടോ റിസെപ്റ്റർ ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ് ഈസ് എ കോൺ സെൽസ് അല്ലേ. അപ്പോൾ നമുക്ക് കോൺ സെൽസ് എന്ന് എഴുതിയാൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദിസ് ഫോട്ടോ റിസെപ്റ്റർ ഇൻ ദി ഫോർമേഷൻ ഓഫ് ഇമ്പൾസ്. റോൾ ഓഫ് ദിസ് ഫോട്ടോ റിസെപ്റ്റർ. അപ്പോൾ ഈ നൽകിയിരിക്കുന്ന ഫോട്ടോ റിസെപ്റ്ററിൻ്റെ റോളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇറ്റ്സ് എ കോൺ സെൽസ് അല്ലേ. അതായത് നമുക്ക് കളർഫുൾ ആയിട്ട് നമുക്ക് C4 കളർ ആൻഡ് കോൺ സെൽസ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. കോൺ സെൽസ് കളർഫുൾ ആയിട്ടൊരു വേൾഡാണ് നമുക്ക് കാഴ്ചയാക്കി തരുന്നത് അല്ലേ. അപ്പം എന്താണ്, ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല ലൈറ്റ് ഉള്ള സമയത്ത് നമുക്ക് കളർഫുള്ളായിട്ട് കാണാൻ സഹായിക്കുന്ന സെല്ലുകളാണ് എന്തെന്ന് പറയുന്നത്, കോൺ സെൽസ് എന്ന് പറയുന്നത് അല്ലേ. അത് ഇമ്പൾസ് ഫോം ചെയ്യാൻ സഹായിക്കുന്നു. അതെങ്ങനെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇമ്പൾസ് ഫോം ചെയ്യുന്നതിലുള്ള റോളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം ഫോട്ടോ റിസെപ്റ്റർ ഏതായാലും തന്നെ അതെന്തിനെ റെക്കഗ്നൈസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്, ഫോട്ടോ റിസെപ്റ്റർ. ഒരു റിസെപ്റ്റർ എന്ന് വെച്ചാൽ എന്തിനെങ്കിലും റെക്കഗ്നൈസ് ചെയ്യുന്ന, ഫോട്ടോ റിസെപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന എന്താണ് സെല്ലുകളാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്, അല്ലെങ്കിൽ പ്രകാശഗ്രാഹികളെന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. നമുക്കറിയാം ഫോട്ടോ റിസെപ്റ്ററിലുള്ള പിഗ്മെൻ്റ് ഏതൊക്കെയാണ്, ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്ന് പറയും അല്ലേ. അപ്പോൾ ലൈറ്റ് വിടുന്നതിൻ്റെ ഫലമായിട്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓപ്സിനും റെറ്റിനാളുമായിട്ട് മാറും. അതായത് വിറ്റാമിൻ എയും ഒരു എന്താണ് പ്രോട്ടീൻ പാർട്ടുമായിട്ട് മാറും. പ്രോട്ടീനാണ് ഓപ്സിൻ എന്ന് പറയുന്നത്. രണ്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, തിരിച്ചവ എന്ത് ചെയ്യും, ജോയിൻ ചെയ്ത് വീണ്ടും ഫോട്ടോപ്സിനായിട്ട് മാറും. ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ് അവിടെ എന്ത് ഫോം ചെയ്യുന്നത്, ഇമ്പൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ബ്രൈറ്റ് ലൈറ്റിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. എങ്ങനെയാണ്, ബൈ സ്പ്ലിറ്റിംഗ് ദ പിഗ്മെൻറ്റ് അല്ലേ. പിഗ്മെൻറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തായും പ്രോട്ടീനും അതുപോലെ എന്താണ് ഒരു വിറ്റാമിൻ പാർട്ടുമായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം, മീൻസ് 12ാമത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. റൈറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്രെറ്റിനിസം ആൻഡ് മിക്സഡിമ. പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നാണ് ക്രെറ്റിനിസവും മിക്സഡിമയും. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് വരണം, ക്രെറ്റിനിസം ആൻഡ് മിക്സഡിമ അല്ലേ. ക്രെറ്റിനിസവും മിക്സഡിമയും ഇത് രണ്ടും റിലേറ്റ് ചെയ്യുന്നത് ഹോർമോൺ ഡെഫിഷ്യൻസി ഡിസോർഡർ ആയിട്ടാണ് അല്ലേ. ദാറ്റ് മീൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. അത് കുറഞ്ഞു പോയാൽ നമ്മൾ അതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്നും കൂടിപ്പോയാൽ ഹൈപ്പർ തൈറോയിഡിസം എന്നും നമ്മൾ വിളിക്കും. അപ്പോൾ ഇവിടെ ഹൈപ്പോ തൈറോയിഡിസമാണ്. തൈറോക്സിൻ അളവ് കുറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ക്രെറ്റിനിസവും മിക്സഡിമയും ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ തൈറോക്സിൻ കുറഞ്ഞു പോയാൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. ആ ഹൈപ്പോ തൈറോയിഡിസം കുട്ടികളിലാണ് ഉണ്ടാകുന്നത്. കുട്ടികളെ നമ്മൾ ഇംഗ്ലീഷിൽ എന്തെന്ന് വിളിക്കും, ചിൽഡ്രൻ അല്ലെങ്കിൽ ചൈൽഡ് എന്ന് വിളിക്കും അല്ലേ. അപ്പം C ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്രെറ്റിനിസം എന്ന് പറയുന്ന ഡിസീസ് എന്ന് പറയുന്നത് കുട്ടികളിൽ ഹൈപ്പോ തൈറോയിഡിസം മൂലം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ക്രെറ്റിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രെറ്റിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം ഇൻ ചൈൽഡിനെ വിളിക്കുന്ന പേരാണ് ക്രെറ്റിനിസം. ഇനി മെച്യൂർ ആവുക എന്ന് വെച്ചാൽ വലുതാവുക അല്ലേ, അഡൽട്ട് ആവുക എന്നാണല്ലോ മീനിങ്. അപ്പോൾ അഡൽട്ടിന് ഹൈപ്പോ തൈറോയിഡിസം, തൈറോക്സിൻ അളവ് കുറഞ്ഞു പോയാൽ അതിനെ വിളിക്കുന്ന പേരാണ് മിക്സഡിമ. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഇൻ അഡൽട്ട് അല്ലെങ്കിൽ മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് എം അല്ലേ, മെച്യൂർ മിക്സഡിമ. മിക്സഡിമയാണ് C4 ചൈൽഡ്, കുട്ടിയെന്ന് ആലോചിക്കുക ക്രെറ്റിനിസം. അപ്പോൾ ക്രെറ്റിനിസം കുട്ടികളിൽ ഉണ്ടാകുന്നതും മിക്സഡിമ വലിയ ആളിലുണ്ടാകുന്നത്. രണ്ടും എന്തിൻ്റെ ഫലമായിട്ടാണ്, തൈറോക്സിൻ അളവ് കുറയുന്നതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 13ാമത്തെ ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
റൈറ്റ്. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംറ്റംസ് ഓഫ് ഡിസീസ് ദാറ്റ് അഫക്റ്റിംഗ് ദി നെർവസ് സിസ്റ്റം ഈസ് ഗിവൺ ബിലോ. അപ്പം നമ്മളെ നെർവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഒരു ഡിസീസിൻ്റെ സിംറ്റംസ്, അതായത് ലക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ലക്ഷണങ്ങളിൽ നിന്ന് രോഗത്തെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതൊരു സ്ഥിരം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന സിംറ്റംസ്: ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽസ്, ഷിവറിങ് ഓഫ് ദി ബോഡി, പ്രൊഫ്യൂസ് സാൽവേഷൻ. അല്ലേ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബോഡി ബാലൻസും ഇല്ല, ഇറഗുലർ മൂവ്മെൻ്റ് ആണ് മസിൽസ്. അപ്പോൾ മസിൽസിനെ ഒന്നും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്ത നെർവ് ഡിസീസ് ചെയ്ത് അപ്പോഴേ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് പാർക്കിൻസൺസ്. അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട് പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഡിസീസ്. അല്ലേ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? പാർക്കിൻസൺസ് ആണ് രോഗം. ആൻഡ് വാട്ട് ഇസ് ദ കാസ് ഓഫ് ദിസ് ഡിസീസ്? ഈ ഡിസീസിൻ്റെ കാരണം എന്താണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പാർക്കിൻസൺസ് ഡ്യൂ ടു ദ എന്താണ് ഡിസ്ട്രാക്ഷൻ ഓഫ് ഗാംഗ്ലിയോൺസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഏതാണ്? ഡോപ്പാമിൻ ഡെഫിഷ്യൻസി ആയിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് ചെയ്തു? കിട്ടി. അപ്പോൾ ആദ്യം സിംറ്റം തന്നിട്ടുണ്ട്, ആ സിംറ്റത്തിൽ നമ്മൾ രോഗം ഐഡൻറ്റിഫൈ ചെയ്തു, ഇനി ആ രോഗത്തിൻ്റെ കാരണത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അല്ലേ, അപ്പോൾ ഇതേപോലെ ഏത് ഡിസീസും ചോദിക്കാം. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഡിസീസാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള രോഗം എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ അൽഷിമേഴ്സ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എപ്പിലെപ്സിയും കൂടെ പഠിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The stages are related to the production of insulin. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The stages related to production of insulin through genetic engineering given below. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 7ാമത്തെ ചാപ്റ്ററിലാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇൻസുലിൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാക്ടീരിയ ഉപയോഗിച്ച് ജനറ്റിക് എഞ്ചിനീയറിലൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റേജാണ് നൽകിയിരിക്കുന്നത്, റിലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് നൽകിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് പ്ലാസ്മിഡ് വിത്ത് ലിഗേറ്റഡ് ഇൻസുലിൻ ജീൻ ഈസ് ഇൻസൈഡഡ് ഇൻ ടു ബാക്ടീരിയൽ സെൽസ്. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്ന നമ്മളെ ബോഡിക്കകത്തുള്ള ജീനെ നമ്മൾ കട്ട് ചെയ്തു, അത് ബാക്ടീരിയയുടെ പ്ലാസ്മിഡിൻ്റെ അകത്ത് ലിഗേറ്റഡ് മീൻസ് ഒട്ടിച്ചെടുത്തു. നമുക്കറിയാം ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്, അല്ലെങ്കിൽ ഏതാണ്? ലിഗേസ് എന്ന് പറയും. അല്ലേ, ഇനി കട്ട് ചെയ്യാൻ ഉപയോഗിച്ചാലാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ജനറ്റിക് സിസ്റ്ററാണ് ഉപയോഗിച്ചത്. ലിഗേസ് ജനറ്റിക് ഗം ആണെന്ന് ആലോചിക്കുക. അതെന്ത് ചെയ്തു? ഒരു പ്ലാസ്മിഡിൽ ഒട്ടിച്ചു, ബാക്ടീരിയയുടെ പ്ലാസ്മിഡിൽ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി റൈറ്റ് ദി സ്റ്റേജസ് ആഫ്റ്റർ ദിസ്. ഇതിന് ശേഷമുള്ള സ്റ്റേജസ് എന്തെന്നാണ് ചോദിച്ചത്. അപ്പോൾ ബാക്ടീരിയയിൽ ഒട്ടിച്ചു കഴിഞ്ഞു, ബാക്ടീരിയയിൽ ഇൻസർട്ടും ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ആ ബാക്ടീരിയ നമ്മൾ എന്ത് ചെയ്യണം? വളരാൻ അനുവദിക്കണം. അല്ലേ, അപ്പോൾ അതിനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കണം. കൾച്ചർ മീഡിയത്തിൽ ഇട്ട് അതിനെ എന്ത് ചെയ്യണം? ഗ്രോ ചെയ്തെടുക്കണം. ഇതിന് ശേഷം വരുന്നതാണ് കൾച്ചർ മീഡിയത്തിൽ ഇട്ട് ബാക്ടീരിയ ഗ്രോ ചെയ്യിപ്പിക്കുക, വളർത്തുക. അപ്പം അതിൽ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന എല്ലാ ബാക്ടീരിയയ്ക്കുള്ളിലും എന്ത് കാണും? ഈ എന്താ പറയുന്നത്, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ജീനുകൾ എന്ത് ചെയ്തിരിക്കും? ഉണ്ടായിരിക്കും. അല്ലേ, അപ്പോൾ ആ ബാക്ടീരിയസ് എല്ലാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ആ ഇൻസുലിൻ എല്ലാം ഇൻആക്റ്റീവ് ആയിരിക്കും. അതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻസുലിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ജനറ്റിക് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ ഫോംഡ് ഇൻ ദി പ്രിമിറ്റീവ് എർത്ത് പെർ കെമിക്കൽ എവല്യൂഷൻ തിയറി? അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയയിൽ ഉള്ളതാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി. നമ്മുടെ ഹെയ്ൽഡനും ഒപ്പാനും കൂടിയൊക്കെ കണ്ടെത്തിയ ഒരു തിയറിയാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി. അപ്പോൾ അതിൽ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ ഫോംഡ് ഇൻ പ്രിമിറ്റീവ് എർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ന് വെച്ചാൽ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന വാതകങ്ങളൊക്കെ താഴേക്ക് വന്നു, അവിടെ വെച്ചിട്ട് എനർജി ഉപയോഗിച്ച് അവർ ഫ്യൂസ് ചെയ്തിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾ ഉണ്ടായി. ഏതൊക്കെയാണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾ എന്ന് പറയുന്നത്? അതായത് പോളിസാക്കറൈഡുകളൊക്കെ നമ്മൾ ഫോം ചെയ്തെന്ന് പറഞ്ഞു, അതുപോലെ ന്യൂക്ലിയോടൈഡുകൾ ഫോം ചെയ്തു എന്ന് പറഞ്ഞു, പ്രോട്ടീൻസ് ഫോം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ചെറിയ ചെറിയ മോളിക്യൂൾസ് ചേർന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള പോളിസാക്കറൈഡ് പോലുള്ള അല്ലെങ്കിൽ പോളി ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് എന്ത് ചെയ്തത്? ഫോം ചെയ്തത്. ഓക്കെ, കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്. നമുക്കറിയാം എന്താണ്, പ്രോട്ടീനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അമിനോ ആസിഡുകളൊക്കെ രൂപപ്പെടാം. അല്ലേ, അപ്പം അത്തരത്തിൽ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ രൂപപ്പെട്ടത് അമിനോ ആസിഡുകളിൽ നിന്നാണ്. അമിനോ ആസിഡാണ് പ്രോട്ടീൻ്റെ ബേസിക് ഉണ്ട്. അപ്പോൾ ആ അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാകുമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ എന്ത് പറയാൻ പറ്റും? മോണോസാക്കറൈഡുകൾ കൂടികൾ ചേർന്ന് പോളിസാക്കറൈഡുകൾ ഫോം ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നൈട്രജൻ ബേസസ് അതൊക്കെ കൂടി ചേർന്ന് ന്യൂക്ലിയോടൈഡുകൾ അല്ലെങ്കിൽ DNA RNA പോലുള്ള കോംപ്ലക്സ് സ്ട്രക്ചറുകളൊക്കെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങിയ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കെമിക്കൽ എവല്യൂഷൻ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചിരിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം കംപ്ലീറ്റ് ദി ഗിവൺ ടേബിൾ ബിലോ. ഒരു ടേബിൾ തന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. ഡിഫൻസ് പാർട്ടും ഉണ്ട്, ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്, ഡിഫൻസ് പാർട്ടും കൊടുത്തിട്ടുണ്ട്. അല്ലേ, ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡിഫൻസ് പാർട്ടും കൊടുത്തിട്ടുണ്ട്. എ ഡാഷ് ആണ് ഇട്ടിരിക്കുന്നത്. അവർക്ക് ഡിഫൻസ് പാർട്ട് വരുന്നത് പ്രൊട്ടക്ട് ദി ഇന്നർ സെൽ ഫ്രം ഡയറക്റ്റ് കോണ്ടാക്ട് ഓഫ് ദി പാത്തോജൻ. പ്രൊട്ടക്ട് ദി ഇന്നർ സെൽ ഫ്രം ഡയറക്റ്റ് കോണ്ടാക്ട് ഓഫ് പാത്തോജൻ. പാത്തോജൻ്റെ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ നിന്ന് ഇന്നർ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യണം. നമുക്ക് ആദ്യം ഒന്ന് നോക്കാം.
ഏറ്റവും പുറമേ കവർ ചെയ്തിരിക്കുന്ന ഏതാണ്? എപ്പിഡെർമൽ സെൽസ് ആണ് അല്ലേ. അതിന് മുകളിലായിട്ട് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നൊരു വാക്സ് ലൈക്ക് ലെയർ ഉണ്ട് അല്ലേ. അപ്പോൾ അത് അകത്തേക്ക് കടത്തി വിടാതിരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്കറിയാം സെൽവാൾ ഉണ്ടല്ലേ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെൽവാൾ എന്ന് പറയുന്ന സാധനമുണ്ട്. സെൽവാൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ടുള്ള കോൺടാക്റ്റ് ഇന്നർ സെല്ലിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും, അകത്തേക്ക് എത്താതിരിക്കാനായിട്ടൊക്കെ സഹായിക്കും. അത് സെല്ലോസ് എന്ന് പറയുന്ന എന്താണ് ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ നമുക്കറിയാം. ഇനി സെൽവാളും ഭേദിച്ച് വന്നാലാണ് കാലോസ് എന്ന് പറയുന്ന സാധനം, ആ രണ്ടാമത് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള കാലോസ് സഹായിക്കുന്നത് അല്ലേ. അതായത് സെൽവാളും പെനിട്രേറ്റ് ചെയ്ത് ഏതെങ്കിലും പാത്തോജനുള്ളിലേക്ക് വന്നാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെക്കാനിസമാണ് കാലോസിൻ്റെത്. അപ്പോൾ പിന്നെ ബാർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ എന്ത് ചെയ്യും? ബാർക്ക് എന്ന് പറയുന്ന സാധനത്തെ പ്രിവെൻറ്റ് ചെയ്താൽ ഇന്നർ സെല്ലോട്ട്, ദാറ്റ് മീൻസ് ഇത് ബാർക്ക് എന്ന് പറയുന്നതാണ് ആൻസറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും, ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോസസ് ഓഫ് നോർമൽ സെൽ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ക്യാൻസറസ് സെൽസ്? അപ്പോൾ നോർമൽ സെല്ല് ക്യാൻസറസ് സെല്ലാവാനുള്ള റീസൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്, കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ക്യാൻസറിനെ പറ്റിയാണ് ചോദിച്ചത്. നമുക്കറിയാം ക്യാൻസർ ഈസ് അൺകൺട്രോൾഡ് സെൽ ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ക്യാൻസർ എന്ന് വിളിക്കുന്നത് അല്ലേ. എന്താണ്? അൺകൺട്രോൾഡ് സെൽ ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ക്യാൻസർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വാട്ട് ആർ ദ കോസസ് ഓഫ് നോർമൽ സെൽ ഗെറ്റ് ട്രാൻസ്ഫോംഡ്? ക്യാൻസറിൻ്റെ റീസൺസ് എഴുതി വെച്ചാൽ ഇതിൻ്റെ ആൻസറായി. എന്താണ് ക്യാൻസറിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്? റേഡിയേഷൻ ഉണ്ട് അല്ലേ, കെമിക്കൽസ് പരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, ഹെറിഡിറ്റി പറയുന്നുണ്ട്, ചില വൈറസുകൾ പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും റേഡിയേഷൻ പോലുള്ള കാര്യങ്ങളും പിന്നെ ലൈഫ് ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ലഹരി പദാർത്ഥങ്ങൾ, പ്രധാനമായിട്ടും സ്മോക്കിംഗ് ഏറ്റവും വലിയ റീസണാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റീസൺസാണ് നമ്മളിവിടെ എഴുതി വെക്കേണ്ടത് 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ റെഗുലർ യൂസ് ഓഫ് മെഡിസിൻ റെഡ്യൂസ് ദി ക്വാണ്ടിറ്റി ഓഫ് സം വിറ്റാമിൻസ് ഇൻ ദി ബോഡി. അപ്പോൾ നമ്മൾ നിരന്തരമായി ഏതോ ഒരു മെഡിസിൻ ഉപയോഗിച്ചാൽ നമ്മുടെ വിറ്റാമിൻ എന്ത് ചെയ്യും? അതിൻ്റെ ക്വാണ്ടിറ്റി കുറയും, റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡൻറ്റിഫൈ ദി മെഡിസിൻ. ആ മെഡിസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്കറിയാം വിറ്റാമിൻ്റെ കുറവ് വരുത്താൻ കാരണമാവുന്ന അല്ലെങ്കിൽ റെഗുലറായിട്ട് യൂസ് ചെയ്താൽ കാരണമാവുന്നത് ഏതാണ്? ദറ്റ് ഈസ് ആൻറ്റിബയോട്ടിക്സ് അല്ലേ. അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ നിരന്തരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബോഡിക്കത്തുള്ള വിറ്റാമിൻസ് കുറഞ്ഞു പോകും, യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് നശിച്ചു പോകും, റെഗുലർ യൂസ് ചെയ്ത് നമ്മളെ ബോഡി തന്നെ സർവൈവ് ചെയ്യാനായിട്ട് പഠിക്കും. അങ്ങനെ ഒരുപാട് റീസൺസ് വരും അല്ലേ. അപ്പോൾ അത് ഓർത്തിരുന്നാൽ എളുപ്പം കിട്ടും. വാട്ട് ആർ ദ അതർ സൈഡ് എഫക്റ്റ്? നമ്മൾ അതർ സൈഡ് എഫക്റ്റ് ആണ് പറഞ്ഞത്. ബാക്ടീരിയാസിനെയൊക്കെ നശിപ്പിക്കും, ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയെ സർവൈവ് ചെയ്യും. പിന്നെ ഒരു ഗുളികയൊന്നും കഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്തില്ല, അഫക്റ്റ് ചെയ്യാതെ വരും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദി ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു സെൻസ് ഓഫ് ടേസ്റ്റ്. അപ്പോൾ ടേസ്റ്റ് അറിയുന്നതിനുള്ള ഫ്ലോ ചാർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സെൻസ് ഓഫ് ടേസ്റ്റ് ഉണ്ട്, സെൻസ് ഓഫ് വിഷൻ ഉണ്ട്, അതുപോലെ കേൾവി അല്ലെ ഹിയറിംഗ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഒരു സാധനം എന്താണ്, കണ്ണിൻ്റെ ഭാഗമാണ് അല്ലേ. നമുക്കിത് നോക്കാം. സബ്സ്റ്റൻസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഡിസോൾഡ് ഇൻ സലൈവ. സലൈവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഉമിനീരിലോട്ട് എന്ത് ചെയ്തു, ആ ടേസ്റ്റിന് കാരണമാകുന്ന വസ്തുക്കൾ എന്ത് ചെയ്തു, മിക്സ് ചെയ്തു, അല്ലെങ്കിൽ അവർ കൂടി ചേർന്നു, ഡിസോൾവ് ചെയ്തു, സലൈവയിൽ മിക്സ് ചെയ്തു. ഡാഷ് ഇട്ടുണ്ട്, ജനറേറ്റ് ഇമ്പൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. സലൈവയിൽ മിക്സ് ചെയ്താൽ അവിടെ പാപ്പിളയ്ക്കകത്തുള്ള ടേസ്റ്റ് ബഡ്സിൻ്റെ അകത്തുള്ള കീമോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ കീമോ റിസപ്റ്റേഴ്സ് ആക്ട് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കീമോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നാണ് എഴുതേണ്ടത്. അതിൻ്റെ ഫലമായിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. അടുത്ത് വീണ്ടും ഡാഷ് കൊടുത്തിട്ടുണ്ട്. ഡാഷ് കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ട് വി എക്സ്പീരിയൻസ്ഡ് ടേസ്റ്റ്. ദാറ്റ് മീൻസ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്താൽ മാത്രം മതിയാ, ദാറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ബ്രെയിനിലോട്ട് എത്തണം. അപ്പോൾ ഇവിടുന്ന് സെൻട്രൽ നെർവ് സിസ്റ്റത്തിലോട്ട് എത്തിക്കണം. അതാണ് നമ്മൾ രണ്ടാമത് എഴുതേണ്ടത്, ഇമ്പൾസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു സെൻട്രൽ നെർവ് സിസ്റ്റം. അപ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഫ്ലോ ചാർട്ടാണ്. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് എ പേഴ്സൺ ഗിവൺ ബിലോ. ഈ ഗ്ലൂക്കോസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാളുടെ ഗ്ലൂക്കോസ് ലെവലാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗ്ലൂക്കോസ് കുറച്ച് കൂടും, പിന്നെ ഓട്ടോമാറ്റിക്കലി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്നതിന് മുമ്പുള്ള ഒരാളുടെ ഷുഗർ ലെവലാണ് തന്നിരിക്കുന്നത്. 216 mg/100 ml ഓഫ് ബ്ലഡ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം നോർമൽ ഷുഗർ ലെവൽ എത്രയാണ്, 70/110 ആണല്ലേ. 70-നും 110-നും ഇടയ്ക്കായിരിക്കണം. അപ്പോൾ ഇത് അതിൽ കൂടുതലാണ്. ഐഡൻറ്റിഫൈ ദി ഡിസീസ് കണ്ടീഷൻ. ഈ ഡിസീസ് ഏതാണ് ഷുഗർ ലെവൽ കൂടിയിരുന്നാൽ, ദാറ്റ് ഈസ് കാൾഡ് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. ഡയബറ്റീസ് മെലിറ്റസ്, ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് കൂടി ഓർത്തുക. ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വാസോപ്രസിൻ ആണ്. വാസോപ്രസിൻ്റെ കുറവ് മൂലമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തവർ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഇസ് ദ കാസ് ഓഫ് ദിസ് ഡിസീസ്. നമുക്കറിയാം ഡയബറ്റീസ് മെലിറ്റസിൻ്റെ റീസൺ, അല്ലെങ്കിൽ നമ്മൾ ഷുഗർ പേഷ്യൻ്റ് എന്നൊക്കെ പറയില്ലേ, പഞ്ചസാര രോഗി എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. അപ്പോൾ അയാൾ ഷുഗർ പേഷ്യൻ്റ് എന്നൊക്കെ പറയുന്ന അയാളുടെ റീസൺ എന്തായിരിക്കും, കാരണം എന്താണ്, ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ കുറവാണ് അതിന് കാരണമാവുന്നത്. ഓക്കെ,
നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ആൻസർ ദി ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഇതൊരു സ്ഥിരം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഈ ഒരു സെല്ലിൻ്റെ പടം ഈ ഒരു ചേഞ്ച് കൊടുത്തിട്ട് ഒരു സ്ഥിരം ചോദിക്കാറുണ്ട്. റെഡ് ബ്ലഡ് സെൽസ് ആണ്, നമുക്കറിയാം അത് ഷേപ്പുള്ള സെല്ലാണ്, ഡിസ്ക് ഷേപ്പാണ്. അതെന്ത് ചെയ്തു, ഒരു അരിവാൾ ചുറ്റിക, ദാറ്റ് മീൻസ് സിക്കിളിൻ്റെ ഷേപ്പായിട്ട് മാറി, അരിവാളിൻ്റെ ഷേപ്പായിട്ട് മാറി. അപ്പോൾ തന്നെ നമുക്ക് രോഗം അറിയാം, സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു ഡിസീസ് ഐഡൻറ്റിഫൈ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡിസീസ് എന്താണ്? സിക്കിൾ സെൽ അനീമിയ. ഹൗ ഡസ് ഡിഫോമിറ്റി ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ദീസ് പേഷ്യൻറ്റ് അഫക്റ്റ് ദെയർ ബോഡി? ഇത് എങ്ങനെ ആ പേഷ്യൻ്റെ ബോഡി അഫക്റ്റ് ചെയ്യുന്നതാണ്? നമുക്കറിയാം RBC ആണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി ഗ്യാസസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞാൽ എന്താവും? നമ്മളെ ബോഡി അനീമിക് ആവും. നമ്മൾ വിളർച്ചയെന്ന് പറയുന്നില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. സിക്കിൾ സെൽ അനീമിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോഡിക്കകത്ത് ടിഷ്യൂലോട്ടുള്ള ഓക്സിജൻ സഫീഷ്യൻ്റ് ആയിട്ട് എത്താതെ വരുന്നതാണ് അയാൾ അനുഭവപ്പെടുന്ന പ്രശ്നം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് 2 മാർക്കിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു DNA. DNA-യുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്ന് എടുത്ത് എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. DNA-യുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. DNA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, DNA എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഡബിൾ സ്ട്രാൻഡഡ് ആണ്, അല്ലേ? അതിന് എത്ര സ്ട്രാൻഡ് ഉണ്ട്? ഡബിൾ സ്ട്രാൻഡ് ഉണ്ട്. അപ്പോൾ DNA-യുമായിട്ട് ബന്ധപ്പെടുന്നതല്ല സിംഗിൾ സ്ട്രാൻഡഡ് എന്ന് പറയാം. അപ്പോൾ അത് ഒഴിവാക്കാം. റൈബോസ് ഷുഗർ ഈസ് പ്രസൻറ്റ്. റൈബോസ് ഷുഗർ പ്രസൻ്റ് ആണ്. റൈബോസ് ഷുഗർ ആണോ DNA-ക്ക്? നമുക്കറിയാം RNA-യും ഉണ്ട്, DNA-യും ഉണ്ട്, അല്ലേ? RNA ഉണ്ട്, DNA ഉണ്ട്. RNA മീൻസ് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. DNA മീൻസ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. അതിൻ്റെ പേര് വരാനുള്ള കാരണം RNA-യിലുള്ള ഷുഗർ റൈബോസ് ഷുഗറും DNA-യിലുള്ളത് ഡിയോക്സി റൈബോസ് ഷുഗറും ആണ്, അല്ലേ? അപ്പം റൈബോസ് ഷുഗർ പ്രസൻറ്റ് എന്നുള്ളത് DNA-യുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമല്ല. അടുത്തത്, ദ നൈട്രജൻ ബേസ് തൈമീൻ ഈസ് സീൻ. നൈട്രജൻ ബേസ് തൈമീൻ ഉണ്ടെന്നാണ് പറയുന്നത്. തൈമീൻ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം DNA-ക്കകത്തുള്ള നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്? അഡിനിൻ, തൈമീൻ, ഗ്വാനിൻ, സൈറ്റോസൈൻ എന്നാണ്. RNA ആകുമ്പം അഡിനിൻ, തൈമീന് പകരം യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസൈൻ ആണ്. അപ്പോൾ DNA-യുമായിട്ട് ബന്ധപ്പെടുന്നത് തൈമീൻ ഉണ്ട്. സോ തൈമീൻ ഉള്ളത് കൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പം 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റുള്ള C എന്താണ്? DNA-യുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അടുത്ത് നോക്കാം. ഇത് നൈട്രജൻ ബേസ് യുറാസിൽ ഈസ് സീൻ. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നൈട്രജൻ ബേസ് യുറാസിൽ എന്ന് പറയുന്നത് RNA-ക്കകത്ത് കാണപ്പെടുന്നതാണ്. തൈമീന് പകരം ഇൻസ്റ്റെഡ് ഓഫ് തൈമീൻ ആണ് RNA-ക്കകത്ത് യുറാസിൽ കാണപ്പെടുന്നത്. അപ്പോൾ യുറാസിൽ എന്ന് പറയുന്നത് നമ്മളെ DNA-യുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമല്ല. അടുത്തത്, ഡിയോക്സി റൈബോ ഷുഗർ ഈസ് പ്രസൻറ്റ്. നമ്മൾ ആൾറെഡി പറഞ്ഞു DNA-യുടെ D സ്റ്റാൻഡ്സ് ഫോർ ഡിയോക്സി, അല്ലേ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പം RNA-യുടെ റൈബോ ന്യൂക്ലിക് ആസിഡും DNA-യുടെ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും. അപ്പം ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും DNA-യുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യനോളം 12 ക്വസ്റ്റ്യനോളം വർക്ക് ചെയ്തു. 12 ക്വസ്റ്റ്യൻ വർക്ക് ചെയ്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.